ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെർമ്യൂട്ടേഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ പെർമ്യൂട്ടേഷന് ശേഷം വരുന്നതാണ് കോമ്പിനേഷൻസ്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ എന്താണെന്ന് ഞാൻ പറയാം. Here, each of the different groups or selections that can be made out of a given number of things by taking some or all of them at a time, irrespective of their arrangements, is called a combination. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് പെർമ്യൂട്ടേഷനെ പറ്റിയാണ് അല്ലേ. പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഒരു സാധനത്തിനെ അറേഞ്ച് ചെയ്യാം, എങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ അറേഞ്ച്മെൻറ്റിനെ പറ്റിയില്ല, ഇവിടെ സെലക്ഷനെ പറ്റിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ABC എന്ന് പറഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിൽ എനിക്ക് 2 ലെറ്റേഴ്സ് വീതം സെലക്ട് ചെയ്ത് ആ 2 ലെറ്റേഴ്സിനെ എനിക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, സെലക്ട് എന്ന വാക്ക് നിങ്ങൾ ആലോചിക്കേണ്ട. ഈ 3 ലെറ്റേഴ്സിൽ നിന്നും 2 ലെറ്റേഴ്സിനെ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം എന്നതിൻ്റെ ആൻസർ ആയിരുന്നു പെർമ്യൂട്ടേഷൻ. ഇവിടെ കോമ്പിനേഷൻസിൽ ഇതിൽ 3 ലെറ്റേഴ്സിൽ നിന്നും 2 ലെറ്റേഴ്സിനെ എനിക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് കോമ്പിനേഷൻ. ആൻഡ് ഇതെങ്ങനെയൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ. മാറിപ്പോയി. ഓക്കെ, ക്ലിയർ അല്ലേ? അറേഞ്ച്മെൻ്റ് ആയിരുന്നു പെർമ്യൂട്ടേഷൻ, സെലക്ഷനാണ് കോമ്പിനേഷൻ. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റും സെലക്ഷനും എന്താണെന്ന് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ്, 3 ലെറ്റേഴ്സിൽ നിന്നും 2 ലെറ്റേഴ്സിനെ എനിക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കിതിനെ ഞാൻ റിപ്പീറ്റേഷൻ ഇല്ലാത്ത രീതിയിലാണെങ്കിൽ AB എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാം, BA എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആലോചിക്കുക. AB ഉണ്ട്, AC ഉണ്ട്, BC ഉണ്ട്. ഇനി ഈ ABനെ തന്നെ എനിക്ക് BA എന്ന് പറഞ്ഞിട്ടും അറേഞ്ച് ചെയ്യാം, CAAC ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, BCനെ എനിക്ക് CB എന്ന് പറഞ്ഞിട്ടും അറേഞ്ച് ചെയ്യാം അല്ലേ. അപ്പോൾ നോക്കൂ, ഈ ഒരു ABCയിൽ നിന്നും 2 ലെറ്റേഴ്സിനെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ മൊത്തം 6 വേസ് ഉണ്ട്. ബട്ട് ഇതിൽ നിന്നും 2 ലെറ്റേഴ്സിനെ സെലക്ട് ചെയ്യാനാണ് പറയുന്നതെങ്കിലോ AB, BC, CA ഈ 3 ഓപ്ഷൻസേ വരും. കാരണം ഇപ്പോൾ നിങ്ങൾ BA എന്ന് പറഞ്ഞ് അതിനെ വേറെ രീതിയിൽ എഴുതുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു വേറെ അറേഞ്ച്മെൻറ്റാണ് അല്ലേ, AB തന്നെയല്ലേ ഇതും. സോ അങ്ങനെയാണ് കോമ്പിനേഷൻ്റെ ലോജിക്ക്. ജസ്റ്റ് അവിടെ സെലക്ഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. സെലക്ട് ചെയ്ത ആളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചാലും അർത്ഥത്തിന് വ്യത്യാസം വരാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു AB എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്താൽ പിന്നെ BA എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് കോമ്പിനേഷൻ്റെ പ്രത്യേകത ആൻഡ് അതാണ് പെർമ്യൂട്ടേഷൻ്റെ പ്രത്യേകത. അപ്പോൾ കോമ്പിനേഷൻസ്, നമ്മുടെ ടോപ്പിക് കോമ്പിനേഷൻസ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പെർമ്യൂട്ടേഷനിൽ നമ്പർ ഓഫ് തിങ്സ് വരുന്നതും കോമ്പിനേഷനിൽ നമ്പർ ഓഫ് തിങ്സ് വരുന്നതും വ്യത്യാസമുണ്ട് അല്ലേ. പെർമ്യൂട്ടേഷനിലാണ് കുറച്ച് കൂടുതൽ വരിക. കാരണം എന്താ, ഒരേ സാധനത്തിൽ തന്നെ നമ്മൾ വേറെ പല അറേഞ്ച്മെൻറ്റ്സും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 ലെറ്റേഴ്സിൽ നിന്നും 3 ലെറ്റേഴ്സ് എടുക്കുമ്പോൾ കോമ്പിനേഷനിൽ നോക്കിയേ ഈ ഒരു 4 ഓപ്ഷൻസേ വരുള്ളൂ. പക്ഷെ പെർമ്യൂട്ടേഷനിലാണെങ്കിൽ ഈ ABCക്ക് തന്നെ ABC, BCA, ACB അങ്ങനെ പലതും വരും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോമ്പിനേഷനിൽ നമുക്ക് വരുന്ന വാല്യൂ കുറച്ചുകൂടെ ചെറുതാണെന്ന്. അതായത് പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, NPR = n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n - r ഫാക്ടോറിയൽ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. പക്ഷേ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഒരു r ഫാക്ടോറിയൽ പറഞ്ഞിട്ടുള്ള ടേമിനെയും കൊണ്ടും കൂടെ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ കുറച്ചും കൂടെ കുറഞ്ഞു വരുന്നത് കമ്പയർ ടു NPR. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള പോയിൻ്റാണിത്, നമ്മുടെ NCRൻ്റെ ഫോർമുല. അതായത് നമുക്കിപ്പോൾ n സാധനങ്ങൾ തന്നിട്ടുണ്ടെന്ന് വെച്ചോ, ഈ n സാധനങ്ങളിൽ നിന്നും r സാധനങ്ങളെ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം അതിൻ്റെ ഫോർമുലയാണ് n ഫാക്ടോറിയൽ = n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഈ NCRന് NPRനെ വെച്ച് കുറച്ചുകൂടെ വ്യത്യസ്തതകളുണ്ട്. കാരണം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. NCRൽ NCN = NC0 = 1 ആണ്. ഓക്കെ, NCNും NC0യും 1 ആണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് NCRും NPRും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. NPRൽ ഒരു r ഫാക്ടോറിയലും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് NCR കിട്ടും അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, NCR = NPR ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ. അതുപോലെ NCRൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു നമ്മുടെ കോൺസെപ്റ്റ് അബൌട്ട് കോമ്പിനേഷൻസ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിലുള്ള ഈ ആദ്യത്തെ 3 പ്രോപ്പർട്ടീസാണ് LBS ബേസിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന പോയിന്റ് എന്താ? NCR ഈക്വൽ ടു NC(n-R). ഓക്കെ, അതായത് ഇപ്പോൾ 10CR വിൽ ബി ഈക്വൽ ടു 10C(10-R). അതായത് ഇപ്പോൾ 10C2 ഈസ് ഈക്വൽ ടു 10C(10-2) എത്രയാ? 8. മനസ്സിലായോ? ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയാണ്. കാരണം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചില സമയത്ത് 10C8 കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 10 ഫാക്ടോറിയൽ ഉണ്ട് ലൈക്ക് ഒരുപാട് കാണണ്ട. 10C2 ആണെമ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറവ് കണ്ടാൽ മതി അല്ലേ? അതായത് അവിടെയാകുമ്പോൾ ഞാൻ നമ്മുടെ വേറൊരു ഐഡൻറ്റിറ്റിയും കൂടെ പറഞ്ഞിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ എഴുതാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ NCR ഈസ് ഈക്വൽ ടു N ഫാക്ടോറിയൽ ബൈ N-R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ എന്ന് പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10CR ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 10C2 ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ബൈ 10-2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതാം അല്ലേ? ഇതല്ല നമ്മുടെ ഫോർമുല. സോ നമുക്ക് എന്ത് കിട്ടും? 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ കിട്ടും. 10 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ? ഇവിടെ നമുക്ക് 8 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ എനിക്കുള്ളത്? 10 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ എന്നല്ലേ ഉള്ളത്? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 10C2വിനെ എനിക്ക് 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ 10 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതായത് NCRൻ്റെ പ്രത്യേകത ഇതാണ്. NCR ഓഫ് 2 ടേംസ് നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ NCR ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 10C2 എന്ന രീതിയിലാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ഫോർമുല ഇട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2 എന്നല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 10 ഇൻറ്റു 9 ഇൻറ്റു 8 അങ്ങനെ നിങ്ങൾ ചെയ്യണം. അൺടിൽ ദ നമ്പർ ഓഫ് ടേംസ് ഗിവൺ ഹിയർ. ഓക്കെ, ഇവിടെ 2 ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 10 ഇൻറ്റു 9 കണ്ടോ, 2 ടേംസ് ചെയ്താൽ മതി. എന്നിട്ട് ഡിവൈഡ് ബൈ താഴത്തെ ബേസിൻ്റെ ഫാക്ടോറിയൽ. അപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ 9C3 എന്നാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 3 ടൈംസ് വരുന്ന 9ൻ്റെ താഴേക്കുള്ള മൾട്ടിപ്പിൾസ് 9 ഇൻറ്റു 8 ഇൻറ്റു 7 കണ്ടോ, ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ഇത്ര ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളിത് ഈ ഐഡൻറ്റിറ്റി നോക്കുക. NCR ഈക്വൽ ടു NCn-R. അതായത് ആ പ്രോപ്പർട്ടി പകരം എന്താ പറയുന്നതെന്ന് വെച്ചാൽ 10C8 എന്നുണ്ടെങ്കിൽ നമുക്കതിനെ 10C2 എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ യൂസ്ഫുൾ ആവുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ 10C8 നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 കണ്ടോ, 1 2 3 4 5 6 7 8 ബൈ 8 ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതാം അല്ലേ? ഞാൻ ഇപ്പോൾ ഇത്രയും നേരം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത ഫോർമുല പ്രകാരം എനിക്കിത് ഇങ്ങനെ ചെയ്യാം. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 10C2. അപ്പോൾ 10C2നെ എനിക്ക് എങ്ങനെ ചെയ്താൽ മതി? 10 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 2 എന്ന് ചെയ്താൽ പോരെ? അപ്പോൾ നോക്കിക്ക് അത്രയും സമയം അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതുകൊണ്ടാണ് ഈ ഓരോ ഐഡൻറ്റിറ്റീസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആദ്യത്തെ ഐഡൻറ്റിറ്റി. ഇനി രണ്ടാമത്തെ ഐഡൻറ്റിറ്റി എന്താ വെച്ചാൽ, ഇഫ് NCX ഈസ് ഈക്വൽ ടു NCY ദെൻ N ഈസ് ഈക്വൽ ടു X പ്ലസ് Y. ഇപ്പോൾ NC2 ഈക്വൽ ടു NC3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N വിൽ ബി ഈക്വൽ ടു 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ ഈ ഫോർമുലയും കൂടെ നോക്കി വെച്ചോളാം. ചിലപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. ഇതാ ഈ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും പ്രോപ്പർട്ടി ജസ്റ്റ് ഡയറക്റ്റ് പഠിക്കുക. അഥവാ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് ചോദിക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പാസ്കൽസ് റൂളിൻ്റെ എക്സാമ്പിൾ ഇല്ലേ, ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് 9C3 പ്ലസ് 9C2 ഈക്വൽ ടു ഡാഷ് C
ഓക്കെ, ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? n+1 ആണ് അതിൻ്റെ വാല്യൂ എന്നല്ലേ, അതായത് ഇവിടെ 10 ആണ് ഇതിൻ്റെ വാല്യൂ വരാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ഈ ഫോർമുലാസൊക്കെ ജസ്റ്റ് പഠിച്ച് വയ്ക്കുക. പക്ഷേ ഒന്നാമത്തെ രണ്ടാമത്തെ ഫോർമുലയിൽ നിന്നുമായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് കൂടുതലും 1, 2 ആയിരിക്കും. ബാക്കിയുള്ള ഫോർമുലാസ് ജസ്റ്റ് പഠിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം 10c3ൻ്റെ വാല്യൂ. അപ്പോൾ 10c3ൻ്റെ വാല്യൂ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 10 × 9 × 8 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ = 120 ആണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കണേ. അതുപോലെ 11c8 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? 11c3 ചെയ്താൽ മതി അല്ലേ, കാരണം 11c8 = 11c11 - 8 which is equal to 11c3. Okay, that is 11 × 10 × 9 divided by 3 factorial 165 എന്ന് വരും. ചെയ്ത് നോക്കണം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ നല്ലോണം ഫാസ്റ്റ് ആക്കണം. ഓക്കെ, അടുത്തത് 50c48 എന്നുള്ളത് നമുക്ക് 50c2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 50 × 49 divided by 2 25. 25 × 49 ചെയ്യുക, അല്ലെങ്കിൽ 50 × 49 ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. എന്തായാലും ഫൈനൽ ആൻസർ ഇസ് 1225. പിന്നെ 63c = 1. ഓക്കെ, അറിയാലോ, n = 1 ആണ്, അതുപോലെ NC0 = 1 ആണ്. ഓക്കെ, അടുത്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു പ്രോപ്പർട്ടി NCR = NCn - R. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. 10c7 = 10c3 എന്നുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ രണ്ട് സൈഡും ചെയ്ത് നോക്കാം, എന്നിട്ട് ഈക്വൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. ഓക്കെ, അടുത്തത് NCX = NCY ആൻഡ് ഇഫ് x not equal to y then x + y = n. ആ ഫോർമുല അതിൻ്റെ എക്സാമ്പിളാണ് തന്നിട്ടുണ്ട്. നമുക്ക് 9c4 = 9c5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 + 5 ആയിരിക്കും നമ്മുടെ n എന്ന് പറയുന്നത്. കണ്ടോ, ഇതിങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്, അതിലൊരു ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. അതുപോലെ പാസ്കൽസ് റൂളിൻ്റെയും ഒരു എക്സാമ്പിൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എക്സാമ്പിൾസ് കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീൻ്റെ ക്വസ്റ്റ്യൻ ആണ്. NC8 = NC6 തന്നിട്ടുണ്ട്. അപ്പോൾ NC3 കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ NC3 കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയണം? n എന്താണെന്ന് അറിയണം. പക്ഷെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഉള്ള വഴി നമുക്കറിയാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? NC8 = NC6 എന്ന് തന്നിട്ടുണ്ട്. സോ n is equal to 8 + 6 that is equal to 14. സോ NC3 എന്ന് പറയുന്നത് എന്താ? 14c3 ആണ്. 14 × 13 × 12 divided by 3 factorial is equal to 364. ഓക്കെ, അടുത്തത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ ക്രിക്കറ്റ് ടീം ആയിരിക്കും of 11 players be chosen out of a batch of 15 players if there is no restriction in selection. അപ്പോൾ 15 പ്ലേയേഴ്സിൽ നിന്നും ക്രിക്കറ്റ് ടീമിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഒരു ക്രിക്കറ്റ് ടീമിൽ 11 ആൾക്കാരേ ഉള്ളത്. അപ്പോൾ ആദ്യം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, ജസ്റ്റ് 15 പേരിൽ നിന്നും 11 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ 15 പേരിൽ നിന്നും 11 പേരെ സെലക്ട് ചെയ്യാൻ എന്ത് ചെയ്യും? 15c11 സെലക്ട് ചെയ്യാൻ നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യും. അപ്പോൾ 15 ആൾക്കാരിൽ നിന്നും 11 ആൾക്കാരെ ചൂസ് ചെയ്യും. ദാറ്റ് ഈസ് 15 × 14 15c11 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 15c4 എന്ന് എഴുതാമല്ലോ. അതാണ് ഇവിടെ 15 × 14 × 13 × 12 divided by 4 factorial = 1365. ഓക്കെ, ഇനി രണ്ടാമത്തേലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. എ പർട്ടിക്കുലർ പ്ലെയർ ഈസ് ഓൾവേസ് ചൂസൺ. ഒരാളിനെ എപ്പോഴും ചൂസ് ചെയ്യും. അതായത് ഈ 15 പേരിൽ നിന്നും 11 പേരിനെ ചൂസ് ചെയ്യുന്നതിൽ ഒരാൾ ഓൾറെഡി സെലക്റ്റഡാണ്. അപ്പോൾ പിന്നെ എന്താ, 15 പോയിട്ട് ബാക്കി 14 പേരിൽ നിന്നും എനിക്ക് 10 പേരെ ചൂസ് ചെയ്താൽ മതി അല്ലേ. ലൈക്ക് ഒരാൾ ഓൾറെഡി സെലക്റ്റഡ് ആണല്ലോ. അപ്പോൾ 11 പേരിൽ എനിക്ക് 10 പേരെ ചൂസ് ചെയ്താൽ മതി. എത്ര? 15 ആൾക്കാരിൽ നിന്നും ഇപ്പോൾ എനിക്ക് 14 ആൾക്കാരെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 14 പേരിൽ നിന്നും 10 പേരെ എനിക്ക് സെലക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 14c4 അല്ലേ. 14c10 ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 14c4. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1001. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, എ പർട്ടിക്കുലർ പ്ലെയർ ഇസ് നെവർ ചൂസൺ. അപ്പോഴും എന്താ, മൊത്തം 15 പേരല്ലേ ഉള്ളൂ, അതിൽ നിന്നും ഒരാൾ എന്തായാലും ചൂസ് ചെയ്യില്ല. അപ്പോൾ മൊത്തം 14 പേരിൽ നിന്നും
നമ്മൾ നമ്മുടെ 11 പേരെയും ചൂസ് ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു 14C3. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ 14C3ൻ്റെ ആൻസറാണിത്. ഓക്കെ, അടുത്തത് ഔട്ട് ഓഫ് 5 men and 2 women a committee of 3 is to be formed. In how many ways can it be formed if at least 1 woman is to be included? ഓക്കെ, 3 പേരുള്ള കമ്മിറ്റികളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു വുമണെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? ഒന്നുമില്ലെങ്കിൽ മൊത്തം 2 വുമണല്ലേ അല്ലേ? അപ്പോൾ ഈ 2 വുമണിൽ നിന്നും ഒരു വുമണെങ്കിലും വേണം, അല്ലെങ്കിൽ 2 വുമണിൽ നിന്നും 2 വുമൺ വേണം അല്ലേ? അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഏറ്റവും ചെറിയ വാല്യൂവും പിന്നെ അതിൻ്റെ മുകളിലുള്ള എല്ലാ വാല്യൂവും. അതാണ് അറ്റ്ലീസ്റ്റിൻ്റെ അർത്ഥം. അറ്റ്ലീസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിൽ കൂടുതലോ എന്നാണ്. അപ്പോൾ നമുക്കൊരു ടീം ഉണ്ടാക്കണം. അതിൽ അറ്റ്ലീസ്റ്റ് 1 വുമൺ വേണം. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് 1 വുമൺ വരാം, അല്ലെങ്കിൽ നമുക്ക് 2 വുമൺ വരാം അല്ലേ? അപ്പോൾ 3 മെമ്പേഴ്സ് അല്ലേ വേണ്ടേ? അപ്പോൾ ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ ബാക്കി 2 പേര് നമ്മൾ 5 ആണുങ്ങളിൽ നിന്ന് എടുക്കും. അതായത് 5C2. ഓക്കെ, അപ്പോൾ ഒരു വുമണും 5ൽ നിന്നും 2 മെന്നും, അപ്പോൾ മൊത്തം 3 പേരായില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വേ. അടുത്ത വേ ഇതാണ്, 2 വുമണും ഒരു മാനും, അപ്പോൾ 3 പേരായല്ലോ. ഇതാണ് അടുത്ത വേ. അപ്പോൾ ദിസ് ഓർ ദിസ് എന്നാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും കിട്ടുന്ന വാല്യൂ പ്ലസ് ഇതിൽ നിന്നും കിട്ടുന്ന വാല്യൂ. ഇത്രയും നേരം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്, കാരണം അതെന്താ, അതൊക്കെ ആൻഡ് കണ്ടീഷൻസ് ആയിരുന്നു. പക്ഷേ ഇത് ഓർ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ 2C1 × 5C2 എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ 2C2 × 5C1 എന്ന് പറയുന്നത് 5 ആണ്. സോ 20 + 5 = 25 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇതിൽ നിന്നും അവസാനമായി വരുന്ന ഈ ഫോർമുല ഉണ്ടല്ലോ, ഇത് പ്രത്യേകം നോക്കി വെക്കാം. കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി ഡയഗണൽസ് ആർ ദർ ഇൻ എ പോളിഗൺ ഓഫ് n സൈഡ്സ്. ഒരു n സൈഡുള്ള പോളിഗൺ, ഇതിന് എത്ര ഡയഗണൽസ് ഉണ്ടാവും? ഇപ്പോൾ ഡയഗണൽ എന്ന് വെച്ചാൽ എന്താ? ഇതാണ് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ്. ഇത് ഇതും ഇതും മൊത്തം 2 ഡയഗണൽ. അതായത് അതിൻ്റെ ഓൾട്ടർനേറ്റിംഗ് സൈഡ്സ് ഉണ്ടല്ലോ, അതായത് അടുത്തടുത്ത് വരുന്ന സൈഡ്സ് അല്ലാണ്ട് വരുന്ന സൈഡ്സ് തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുന്നതിനാണ് ഡയഗണൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിലേക്ക് വരയ്ക്കുന്നത് ഒരു ഡയഗണലാണ്, ഇങ്ങോട്ട് വരയ്ക്കുന്നത് ഒരു ഡയഗണലാണ്, ഇങ്ങോട്ട് വരയ്ക്കുന്ന ഒരു ഡയഗണലാണ്. പക്ഷെ ഇവിടേക്കും ഇവിടേക്കും വരയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഇതിങ്ങനെ വരച്ചാൽ അതൊരു ഡയഗണൽ അല്ല. ഓക്കെ, അതാണ് ഡയഗണലിൻ്റെ പ്രത്യേകത. ദിസ് ഇസ് നോട്ട് എ ഡയഗണൽ. അതുപോലെ ദിസ് ഈസ് ഓൾസോ നോട്ട് എ ഡയഗണൽ. കാരണം അതെന്താ, അങ്ങനെ വരയ്ക്കുമ്പോൾ അതൊരു സൈഡ് നമ്മുടെ സൈഡുമായിട്ട് ടച്ച് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ തൊട്ടടുത്തുള്ള സൈഡിൽ അല്ലാണ്ട് ബാക്കിയുള്ള സൈഡിലേക്കൊക്കെ ലൈൻ വരയ്ക്കുന്നതിനാണ് നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു n നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഡയഗണൽ ഉണ്ടാവും? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കോമ്പിനേഷൻ്റെ ലോജിക് യൂസ് ചെയ്യാം. കോമ്പിനേഷൻ്റെ ലോജിക് എന്താ? മൊത്തം n സൈഡ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിയാൽ എനിക്കൊരു ലൈൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡയഗണൽ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് NC2. NC2 എന്ന് വെച്ചാൽ n നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ നിന്നും 2 പോയിൻറ്റ്സിനെ ചൂസ് ചെയ്ത്, ഏതെങ്കിലും 2 പോയിൻറ്റ്സിനെ ചൂസ് ചെയ്ത് ലൈൻ വരയ്ക്കാൻ ഉള്ള നമ്പർ ഓഫ് വേസ് ആണ് NC2. ഇനി എന്ത് ചെയ്യണം? സോ നോക്ക്, ഇതിലപ്പോൾ എന്ത് വരും? ഇതും പെടും അല്ലേ? ഇതിലപ്പോൾ ഇങ്ങനെ അടുത്തടുത്തേക്ക് വരുന്ന ലൈൻസും പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അടുത്തടുത്തേക്ക് വരുന്ന നമ്പർ ഓഫ് ലൈൻസ് കുറയ്ക്കണം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ ഒരു ഫിഗർ തന്നെ നോക്കുക, ഇതിലിപ്പോൾ ഇങ്ങനെ വരുന്ന ലൈൻസ് ഏതൊക്കെയാണ്? ഇത്, അതായത് അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് നിങ്ങൾ ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തോട്ട് പ്രോസസ്സ് ഇതാണ്. ഇവിടെ നമ്മൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അറ്റങ്ങളായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മുടെ പോളിനോമിയൽ എത്ര അറ്റങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അതാണ് n എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു 10 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ 10 പോയിൻറ്റ്സ് തമ്മിൽ ലൈൻസ് വരയ്ക്കണമെങ്കിൽ എനിക്ക് എന്താ വേണ്ടേ? 2 പോയിൻറ്റ്സുകൾ വേണം അല്ലേ? 2 പോയിൻറ്റ്സുകൾ തമ്മിൽ മുട്ടുമ്പോഴാണല്ലോ ഒരു ലൈൻ ഫോം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എത്ര ലൈൻസ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NC2 ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഈ തൊട്ടടുത്ത് വരുന്ന ലൈൻസ് സബ്ട്രാക്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? മൊത്തം എത്ര അങ്ങനത്തെ സൈഡ് വരും നോക്കാം.
മൊത്തം n നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും വരിക. അതായത് ആ പോളിഗണിൻ്റെ സൈഡ്സ് നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണോ അത് മൈനസ് ചെയ്യുക. സോ NC2 മൈനസ് n ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ NC2 എന്ന് പറയുന്നത് എന്താ? NC2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ? 10C2 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9/2 എന്ന് എഴുതാമല്ലോ. അതുപോലെ NC2 എന്നുള്ളത് എനിക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1/2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി ഇതും കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മൈനസ് n എന്നും കൂടെ ചെയ്യും. സോ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈ n-നെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതേ 1/2 ഇൻറ്റു n മൈനസ് 3 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ഇത് ഈ ഫോർമുല പഠിച്ച കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡയഗണൽസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ട് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ് എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ട് നമ്പർ ഓഫ് ഡയഗണൽസ് കാണാനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ there are 10 points in a plane, no 3 of which are in the same straight line except 4 points. No 3 of which are in the same straight line except 4 points which are collinear. ഓക്കെ, ഈ നോ 3 എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു മൊത്തം 10 പോയിൻറ്റ്സ് ഉണ്ട് ഒരു പ്ലെയിനിൽ. മൊത്തം 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ 4 സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നുണ്ട്, ബാക്കിയുള്ളതൊന്നും വരുന്നില്ല എക്സെപ്റ്റ് 4 പോയിൻറ്റ്സ്. ഓക്കെ, ആ 4 പോയിൻറ്റ്സ് അല്ലാത്ത ബാക്കിയുള്ളതെല്ലാം വേറെ വേറെ സ്ഥലത്താണ് വരുന്നത്. പക്ഷെ ആ 4 പോയിൻറ്റ്സ് മാത്രം കൊളീനിയർ ആയിട്ടാണ് വരുന്നത്. കൊളീനിയർ എന്ന് വെച്ചാൽ എന്താ? ഒരേ സെയിം ലൈനിൽ വരുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ കൊളീനിയർ എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ ഓഫ് ലൈൻസ് ഒബ്റ്റെയിൻ ഫ്രം ദ പെയർ ഓഫ് ദീസ് പോയിൻറ്റ്സ്. അപ്പോൾ മൊത്തം അവിടെ നമുക്ക് എത്ര പെയർ ഓഫ് ലൈൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര നമ്പർ ഓഫ് ലൈൻസ് ആണ് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? 10C2 ചെയ്താൽ മതി അല്ലേ? കാരണം എന്താ? ഒരു ലൈൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് 2 പോയിൻറ്റ്സ് വേണം. 2 പോയിൻറ്റ്സ് കൂട്ടിമുട്ടുമ്പോഴാണ് ഒരു ലൈൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ 10C2 ചെയ്താൽ എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് കിട്ടും. അപ്പോൾ 45. പക്ഷേ ഇതിലെന്ത് പറഞ്ഞിട്ടുണ്ട്? 4 പോയിൻറ്റ്സ് കൊളീനിയർ ആയിട്ടാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ 4 പോയിൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നോക്ക്, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു സിംഗിൾ ലൈനായിട്ടല്ലേ കാണുന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ 4 പോയിൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ലൈൻസിനെ നമുക്കൊരു സിംഗിൾ ലൈനായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ 4 പോയിൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ലൈൻസിനെ നമ്മൾ ഇതിൽ നിന്നും ഒഴിവാക്കണം. കാരണം നമ്മുടെ കണ്ണിൽ അത് ഒരു സിംഗിൾ ലൈനായിട്ടേ കാണുന്നുള്ളൂ. അതുകൊണ്ട് 4C2 കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക? 45ൽ നിന്നും അതിനെ മൈനസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ +1 എന്തിനാ ആഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ലൈൻ വേണം. അതായത് ഈ 4 പോയിൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ലൈൻസിനെയും ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഈ ഒരു സിംഗിൾ ലൈനിനെ മാത്രം നമ്മളവിടെ കൺസിഡർ ചെയ്യണം. സോ 45 - 6 + 1 ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ്. ഓക്കെ, ഇനി അടുത്തത് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് വേർട്ടിസസ് ആസ് ദീസ് പോയിൻറ്റ്സ്. ഓക്കെ, ഇനി എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന? അഗെയിൻ ട്രയാങ്കിൾസിൻ്റെ കേസിലും ഇത് തന്നെയാണ് പ്രശ്നം. ഇതിപ്പോൾ കൊളീനിയർ ആയിട്ട് 4 പോയിൻറ്റ്സ് കിടക്കുന്നത് കാരണം അതിൽ നിന്നുണ്ടാക്കുന്ന ട്രയാങ്കിൾസ് എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും ഈ 4 സൈഡ്സിൽ നിന്നും വരുന്ന ട്രയാങ്കിൾസിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഈ 1 ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈനായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം, പക്ഷേ ട്രയാങ്കിളിൽ എനിക്കിതിനൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ 1 നമ്മൾ ട്രയാങ്കിളിൻ്റെ കേസിൽ ആഡ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ അഗെയിൻ 10C3 എന്ന് വെച്ചാൽ ഓക്കെ 10C3 എന്തെടുക്കാൻ കാരണം? ട്രയാങ്കിൾ ഫോം ചെയ്യാൻ 3 പോയിൻറ്റ്സ് വേണം. സോ 10C3 എടുത്താൽ മൊത്തം 10 പോയിൻറ്റ്സിൽ നിന്നും എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും എന്നറിയാം. അതിൽ നിന്നും നമുക്ക് 4C3 മൈനസ് ചെയ്താൽ ആ 4 കോൺസിക്യൂട്ടീവ് പോയിൻറ്റ്സ് കാരണം ഉണ്ടാകുന്ന ട്രയാങ്കിൾസിനെ എനിക്ക് മൈനസ് ചെയ്യാൻ പറ്റും. സോ 120 -
4 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 116. ഓക്കെ, കാരണം എന്താ, ലൈക്ക് ആ 4 പോയിൻറ്റ്സിനെ പറ്റി ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇതാണ് 4 പോയിൻറ്റ്സ്. അപ്പോൾ 3 പോയിൻറ്റ്സ് വെച്ചാലല്ലേ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റൂ. സോ ഇതും സെലക്ട് ചെയ്ത് ഇതും ആദ്യം ജോയിൻ ചെയ്തു, ഇതും ആദ്യം ജോയിൻ ചെയ്തു, പിന്നെ ഈ പോയിൻറ്റും ജോയിൻ ചെയ്യണം, എന്നാലല്ലേ ട്രയാങ്കിൾ ആവുക. ബട്ട് നോക്കൂ, ഇതിങ്ങനെയല്ലേ വരിക. അപ്പോൾ നോക്കുക, അതൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ 4 പോയിൻറ്റ്സിനും ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റില്ല, ഒരു സ്ട്രെയിറ്റ് ലൈനേ ഫോം ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ടാണ് അത് 4 നമ്മളവിടുന്ന്, ഐ മീൻ ആ 4 പോയിൻ്റ് കൊണ്ടുണ്ടാവുന്ന എല്ലാം നമ്മളവിടുന്ന് ഒഴിവാക്കിയത്. പക്ഷെ ഇവിടെ ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ടല്ലേ, ഒരു ലൈൻ, അതുകൊണ്ടാണ് ആ 1 ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, അടുത്തത് എ ബോക്സ് കണ്ടെയ്ൻസ് 6 റെഡ് 5 വൈറ്റ് ബോൾസ്. 6 red balls, 5 white balls. Okay, in how many ways can 6 balls be selected so that at least 2 balls of each color are there? Okay, simple question ആണ്. നമുക്ക് ബോൾസ് സെലക്ട് ചെയ്യണം, 6 ബോൾസാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഏത്, ഐ മീൻ 2 കളറിന്നും കൂടിയാണ് നമ്മൾ ബോൾസ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ബോളെങ്കിലും ഈച്ച് കളറിൽ നിന്നും ഉണ്ടാവണം. അപ്പോൾ ആദ്യത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, 6 റെഡ്, അറ്റ്ലീസ്റ്റ് 2 എന്നല്ലേ, അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 റെഡ് ബോൾ, ബാക്കി 4 വൈറ്റ് ബോൾ, അറ്റ്ലീസ്റ്റ് പിന്നെ 3 റെഡ് ബോൾ, പിന്നെ 3 വൈറ്റ് ബോൾ, പിന്നെ 4 റെഡ് ബോൾ 2 വൈറ്റ് ബോൾ, സോറി, ഇത് 5 റെഡ് ബോൾ 1 വൈറ്റ് ബോൾ. ഇത് പറ്റില്ലല്ലോ, അറ്റ്ലീസ്റ്റ് റെഡ്, ഐ മീൻ 2 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് പറ്റില്ല. അപ്പോൾ ആകെ നോക്ക്, ഇത് 3 പറ്റൂ. 2 റെഡ് 4 വൈറ്റ്, 3 റെഡ് 3 വൈറ്റ്, 4 റെഡ് 2 വൈറ്റ്. അപ്പോൾ ഇത് എങ്ങനെ കാണാമെന്നറിയാലോ, 6C2 × 5C4, 6C3 × 5C3, 6C4 × 5C2. ഓക്കെ, അപ്പോൾ അത് എൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 75 + 200 + 150 എന്ന് പറ്റും. പ്ലസ് ചെയ്യാൻ കാരണം എന്താ, ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ഇത്, അങ്ങനെയാണ്. ഓക്കെ, ഹൗ മെനി കമ്മിറ്റീസ് ഓഫ് 5% വിത്ത് എ ചെയർപേഴ്സൺ ക്യാൻ ബി സെലക്ടഡ് ഫ്രം 12%. അപ്പോൾ മൊത്തം 12 പേരുണ്ട്, അതിൽ നിന്നും 5% കമ്മിറ്റി ഉണ്ടാക്കണം. അതിൽ ഒരാളിനെ നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയർപേഴ്സണെ സെലക്ട് ചെയ്യുക 12 പേരിൽ നിന്നും, വിച്ച് ഈസ് 12C1. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 12. പിന്നെ ബാക്കി വരുന്ന 11 പേരിൽ നിന്നും 4 ആൾക്കാരെ, അല്ലേ, ഒരു കമ്മിറ്റിയിൽ മൊത്തം 5 പേരാണുള്ളത്. അപ്പോൾ ഒരു ചെയർപേഴ്സൺ പോയാൽ ബാക്കി 4 ആൾക്കാരെ ബാക്കി 11 പേരിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, we wish to select 6% from 8, but if the person A is chosen, then B must be chosen. Okay, in how many ways the selection can be made? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 6 പേരെ നമുക്ക് സെലക്ട് ചെയ്യണം 8 പേരിൽ നിന്ന്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എ എന്ന് പറഞ്ഞിട്ടൊരാൾ അയാളെ എടുക്കുന്നുണ്ടെങ്കിൽ ബീനെ എന്തായാലും എടുക്കണം. എനെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബീനെ എടുക്കാണ്ടിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എങ്ങനെയൊക്കെ എനിക്കിവിടെ സെലക്ഷൻ എടുക്കാം. നോക്കിവിടെ 2 കേസാണ് വരുന്നത് അല്ലേ, ഒന്ന് എനെ സെലക്ട് ചെയ്താലുള്ള കേസ്, ഒന്ന് എനെ സെലക്ട് ചെയ്തില്ലെങ്കിലുള്ള കേസ്. അപ്പോൾ എനെ സെലക്ട് ചെയ്താലുള്ള കേസ് എങ്ങനെയാണ്, ബീനെ എന്തായാലും സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എയും ബിയും ഓൾറെഡി സെലക്റ്റഡ് ആണെങ്കിൽ ബാക്കി 6 പേരിൽ നിന്നും 4 പേരെ ബാക്കി സെലക്ട് ചെയ്താൽ മതി. അതാണ് 6C4 കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 15. ഇനി എ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ, ബീനെ ചൂസ് ചെയ്യാണ്ടിരിക്കുക, എന്ത് വേണം ചെയ്യാം. അപ്പോൾ എനെ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 8 മാറിയിട്ട് എ എക്സ്ക്ലൂഡഡ് ആകുമ്പോൾ ബാക്കി എത്ര, 7 പേരാണല്ലേ ഉള്ളത്. അപ്പോൾ ഈ 7 പേരിൽ നിന്നും 6 പേരെ ചൂസ് ചെയ്യാം. ദറ്റ് ഈസ് 7C6, വിച്ച് ഈസ് ഈക്വൽ ടു 7. മനസ്സിലായോ? ഇത് എനെ ചൂസ് ചെയ്താൽ നമുക്ക് ബീനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 8 പേരിനെ നമുക്ക് കൺസിഡർ ചെയ്യാണ്ട് എനെയും ബീനും ഒഴിവാക്കിയില്ല, ബാക്കി 6 പേരിൽ നിന്നുള്ള 4 പേരെയാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ, എയും ബിയും ഓൾറെഡി സെലക്റ്റഡാണ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ കേസിൽ എന്താ, എനെ ചൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ മൊത്തം 8 പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് എ പോയപ്പം മൊത്തം 7 പേരാണ് ബാക്കിയുള്ളത്. എന്നിട്ടെന്താ, എനെ ചൂസ് ചെയ്തിട്ടില്ല, നമുക്ക് 7 പേരിൽ നിന്നും എത്ര പേരാണ് വേണ്ടേ, 6 പേരെ. മനസ്സിലായില്ലേ? അങ്ങനെ. അടുത്തത് കോൺവെക്സ് പോളിഗൺ ഹാസ് 45. അതാ ഒരു പോളിഗണ് 44 സൈഡ്സ് ഉണ്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ NC2 - n പറഞ്ഞിട്ട് നമ്മളന്ന് നേരത്തെ കണ്ടുപിടിച്ച ഫോർമുല ഉണ്ടല്ലോ, n × n - 1 ഡിവൈഡ് ബൈ 2 - n ഈക്വൽ ടു നമ്പർ ഓഫ് ഡയഗണൽസ്. ഇവിടെ നമ്പർ ഓഫ് ഡയഗണൽസ് 44 അല്ലേ കൊടുത്തിരിക്കുന്നത്, അതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
എന്നിട്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഫോർമുലയായി മാറും. എന്നിട്ട് ജസ്റ്റ് അത് സോൾവ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണേ. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ഫോർമുല ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പഠിപ്പിക്കുന്നത്. അതായത് മൊത്തം ഇതായിപ്പോൾ ഇങ്ങനത്തെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വിസാറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പാരലൽ ലൈൻസും ഇങ്ങനെ കുറേ പാരലൽ ലൈൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എത്ര പാരലലോഗ്രാം ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇത് നോക്ക്, ഇതൊരു പാരലലോഗ്രാമാണ്, ഇതൊരു പാരലലോഗ്രാം, ഇതൊരു പാരലലോഗ്രാം, ഇതൊരു പാരലലോഗ്രാം, ഇതൊക്കെ ഓരോ പാരലലോഗ്രാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 4 സൈഡ്സ് ആണ് ഒരു പാരലലോഗ്രാമിനെ ഉണ്ടാക്കുന്നത് അല്ലേ. 4 സൈഡ്സ്, അതായത് ഇപ്പോൾ ഇങ്ങനെ എം നമ്പർ ഓഫ് ഇത് കണ്ടോ, 1 2 3 4 5 അങ്ങനെ എം നമ്പർ ഓഫ് ലൈൻസും, ഇവിടെ കണ്ടോ 1 2 3 4 5 ഇവിടെ അങ്ങനെ n നമ്പർ ഓഫ് ലൈൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ m നമ്പർ ഓഫ് ലൈൻസിലുള്ള ഏതെങ്കിലും 2 ലൈനും അതുപോലെ ഈ n നമ്പർ ഓഫ് ലൈൻസിലുള്ള ഏതെങ്കിലും 2 ലൈനും അല്ലേ, ഇങ്ങനെയാണ് നമുക്ക് പാരലലോഗ്രാംസിനെ ഫോം ആക്കാൻ പറ്റുന്നത്. അതായത് m ലൈൻസിൽ നിന്നും 2 ലൈൻസും അതുപോലെ n നമ്പർ ഓഫ് ലൈൻസിൽ നിന്നും 2 ലൈൻസ് ഇത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ പാരലലോഗ്രാം ഉണ്ടാകുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു ഫോർമുല നമ്മളിവിടെ ഫോം ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനിയിപ്പോൾ സപ്പോസ് നമുക്ക് പറയണ നമുക്ക് 5 വെർട്ടിക്കൽ ലൈൻസും 4 ഹൊറിസോണ്ടൽ ലൈൻസും ഉണ്ട്. ഹൗ മെനി നമ്പർ ഓഫ് പാരലലോഗ്രാംസ് ഉണ്ടായി ചോദിച്ചാൽ നിങ്ങൾ 5c2 × 4c2 എന്ന് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിക്സഡ് പ്രോബ്ലംസ്, അതായത് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും വരുന്ന പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് മൊത്തം 7 കോൺസണൻസ് ഉണ്ട്, 4 വവൽസ് ഉണ്ട്. ഹൗ മെനി വേർഡ്സ് ഓഫ് 3 കോൺസണൻസ് ആൻഡ് 2 വവൽസ് ക്യാൻ ബി ഫോംഡ്. അതായത് 7 കോൺസണൻസിൽ നിന്നും 3 കോൺസണൻസ് 7c3, 4 വവൽസിൽ നിന്നും 2 വവൽസ് 4c2. ഇങ്ങനെയൊക്കെ എനിക്ക് ലെറ്റേഴ്സിനെ സെലക്ട് ചെയ്യാം. ബട്ട് അഗെയിൻ ആലോചിക്കുക, എത്ര നമ്പർ ഓഫ് വേർഡ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ വേർഡ്സ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻ എന്നുള്ളത് കണ്ടെത്തണം. എത്ര നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ABC എന്നുള്ളത് CAB എന്ന് പറയുമ്പോഴും വേറെ വേറെ വേർഡ്സ് ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് വേസിൽ നമുക്ക് ലെറ്റേഴ്സിനെ ചൂസ് ചെയ്യാം. ഇനി ആ ലെറ്റേഴ്സിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് പെർമ്യൂട്ടേഷൻ കാണണം. അപ്പോൾ അതിനുള്ള നമ്പർ ഓഫ് വേസ് എന്താ? 7c3യും 4c2ന്നും കൂടെ ആക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു 5 ലെറ്റർ വേർഡ് കിട്ടി. എന്നിട്ട് ആ 5 ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 5p 5 ways which is equal to 5 factorial. ഓക്കെ, അപ്പോൾ അങ്ങനെ 7c3 × 4c2 = 210. അതുപോലെ ആ 5 ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാനുള്ള ഫാക്ടോറിയൽ ആണ്, ഐ മീൻ നമ്പർ ഓഫ് വേസ് ആണ് 5 factorial which is equal to 120. അപ്പോൾ മൊത്തം 210 × 120 which is equal to 25200 ways. ഓക്കെ, അടുത്തത് in how many ways can 5 girls and 3 boys be seated so no boys are together? ബോയ്സ് ഒരിക്കലും അടുത്തിരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗേൾസ് അല്ലേ കൂടുതലുള്ളത്, അപ്പോൾ ഗേൾസിനെ ആദ്യം അറേഞ്ച് ചെയ്യാം. 1 2 3 4 5. ഇനി ഇതാ ഈ ഗേൾസിൻ്റെ ഇവിടെയും 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 ബോയ്സ് ഇരിക്കുക അല്ലേ. ഇങ്ങനെ ഇരുന്ന് എന്താക്കും? അവർക്കൊരിക്കലും ഒരുമിച്ച് വരില്ല ബോയ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പം ബോയ്സിന് മൊത്തം ഈ 1 2 3 4 5 6 ഈ 6 സീറ്റിൽ ഏതും 3 ബോയ്സിന് വേണമെങ്കിലും ഇരിക്കാം. അതുപോലെ ഗേൾസിന് ഈ 5 സീറ്റിൽ ഏതെങ്കിലും വേണമെങ്കിലും ഇരിക്കാം. ഇത് 5 factorial. സോറി, ഇവിടെ അഗെയിൻ 6p3 എന്നാണ് വരുന്നത്. കാരണം എന്താ? ഇരിക്കുന്ന ബോയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ലൈക്ക് ഇപ്പോൾ ശ്യാം, കിരൺ, സുന്ദർ, അങ്ങനെ ശ്യാം, റാം, മോഹനാണുള്ളതെന്ന് വെച്ചോ. ഇവർക്ക് ഇങ്ങനെയും ഇരിക്കാം, ഇങ്ങനെയും ഇരിക്കാം, ഇങ്ങനെയും ഇരിക്കാം അല്ലേ. അങ്ങനെ പല രീതിയിൽ ഇരിക്കാമല്ലോ. സോ ഇറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ. സോ കൺഫ്യൂസ്ഡ് ആവരുത്. ദിസ് ഇസ് നോട്ട് അബൌട്ട് സെലക്ഷൻ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് പെർമ്യൂട്ടേഷൻ. എത്ര നമ്പർ ഓഫ് വേസിൽ ഇരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ്.
ഇപ്പോൾ ഇതൊക്കെ ഞാനൊരു ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, വീഡിയോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു മാസം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ എപ്പോഴേലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.